ആകുമ്പം കുറേയധികം വളരെ ബുദ്ധിമുട്ടിൽ പ്രയാസത്തിൽ നിൽക്കുന്നു. പക്ഷെ എല്ലാവരും എല്ലാ സഹായം ചെയ്ത് ഇത്രവരെ എല്ലാത്തിനും ഒരായിട്ട് ദൈവത്തിന് സാക്ഷിയായിട്ടെല്ലാം ഭംഗിയായിട്ട് നടന്നു. ആശ്രിത പദ്ധതിയായിട്ട് ഓണത്തിന് വിഷുവിന് അവരുടെ ഡ്രസ്സും കാര്യവും ഇതെല്ലാം കൊണ്ടുവരുന്നുണ്ട്. എല്ലാം സഹായം ചെയ്തു തരുന്നുണ്ട് അവർക്ക്. ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി വീടില്ലാത്ത 19-ൽ 13 പേർക്കുള്ള വീടുകൾ ഏകദേശം പൂർത്തിയാക്കി. 13 പേർക്കും 3 സെന്റ് സ്ഥലം വീതമാണ് പതിച്ചു നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവർക്ക് വേണ്ട കുടിവെള്ളം, വൈദ്യുതി, സാനിറ്ററി സൗകര്യങ്ങൾ തുടങ്ങിയവയ്ക്കായുള്ള ഫണ്ടും വകയിരുത്തിയിരിക്കുന്നു. പാപ്പിനിശ്ശേരി പഞ്ചായത്തിലെ ആശ്രയ ഭവന പദ്ധതി പ്രകാരം അടുത്ത മാസം വീട് ലഭിക്കുന്ന ജയശ്രീ ചേച്ചിയാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത്. 1 മാസത്തിന് ശേഷം അടച്ചുറപ്പുള്ള ഒരു വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ വാതിലൊന്നും ഇല്ലല്ലോ. എങ്ങനെയാണ് എത്ര നാളാണ് ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? താമസിക്കാൻ 12 കൊല്ലായി. ഇതേ അവസ്ഥയിൽ തന്നെ ഇത്ര കാലം നിന്നെ. അങ്ങനെ ഒരു കഴിവും ഇല്ലാതെ കൊണ്ട് കുട്ടികളെ അനാഥ മന്ദിരത്തിൽ അതൊരു ഡോക്ടറെ പോയി കാല് പിടിക്കും പോലെ അയാളെ പോയി പിടിച്ചിട്ട് അയാളാക്കിയതാ ഇപ്പൊ കുട്ടികളെ അനാഥ മന്ദിരത്തിൽ. അവർക്ക് ഇവിടെ പഠിക്കാനും ആക്കാനും ഒന്നും സൗകര്യമില്ല. കുട്ടികളെ നിൽക്കൂല പറയും. 3 പേരല്ലേ? 3 പേര്. അതിൽ ഒരു കുട്ടി ഇങ്ങനെ നന്ന ചെറിയ ബുദ്ധി പറഞ്ഞു. സ്വന്തമായി സ്ഥലമുണ്ടായിരുന്നവർക്ക് EMS ഭവന പദ്ധതിയുമായി ചേർന്ന് വീട് വെച്ചു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മരുന്നും ഭക്ഷണവും ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് ഇവ എത്തിക്കുന്നതിലും പഞ്ചായത്ത് വിജയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ആശ്രയ പദ്ധതി പോലെ തന്നെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയും പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷ ലക്ഷ്യമാക്കിയുള്ള ആശ്രയ പദ്ധതിയോടൊപ്പം തന്നെ വയോജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സാന്ത്വനം പദ്ധതിയും പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ സെക്രട്ടറിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇതെന്താണ് ഈ പദ്ധതി? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ വയോജനങ്ങളുടെയും സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, ആരോഗ്യപരമായ സംരക്ഷണമാണ് ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 2015 ആകുമ്പോഴേക്കും ഞങ്ങളുടെ പഞ്ചായത്തിൽ കഷ്ടപ്പെടുന്ന ഒരു വയോജനവും ഉണ്ടാവരുത് എന്നാണ് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ കാഴ്ചപ്പാട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഘട്ടം ഘട്ടമായിട്ട് നടക്കുകയാണ്. ആവശ്യമറിഞ്ഞുള്ള വികസന പ്രവർത്തനമാണ് ഈ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് ഒരു കൈത്താങ്ങായും വൃദ്ധജനങ്ങൾക്ക് തുണയായും പാപ്പിനിശ്ശേരി വികസനത്തിന് വേറിട്ട ഒരു മുഖം നൽകുന്നു. പാപ്പിനിശ്ശേരിയുടെ വ്യത്യസ്തമായ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ ജഡ്ജസിന് ഒട്ടേറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവും. കണ്ണമാഷ്, അവിടെ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ എല്ലാ വീട്ടുകൾക്കും എങ്ങനെ കുടിവെള്ള ക്ഷാമം ഉണ്ടോ? അതോ ഒരു 80% പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയത്? കിണറുകൾ മുഖേന, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി പമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ളത്. സ്വന്തമായിട്ട് പഞ്ചായത്ത് കുടിവെള്ള പദ്ധതി കിണർ കുഴിച്ച് ടാങ്ക് ഉണ്ടാക്കി കോളനികളിൽ ഇഷ്ടം പോലെ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യത, ഇഷ്ടം പോലെ വെള്ളം കൊടുക്കുന്നതിനുള്ള സാധ്യത ഉപയോഗിച്ചിരുന്നു. അതിന് ചാർജൊന്നുമില്ലേ? ചാർജൊന്നുമില്ല, ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ മുഴുവൻ ചെലവും പഞ്ചായത്താണ് വഹിക്കുന്നത്. വൈദ്യുതിയുടെ കാര്യത്തില് വൈദ്യുതി എല്ലാ മേഖലയിലും വൈദ്യുതി എത്തിക്കഴിഞ്ഞു. എല്ലാ വീടുകളിലും ഉണ്ടോ? അപൂർവം ചില വീടുകളിൽ. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായിട്ട് പരിശോധിച്ചപ്പോൾ ഒരു 50-50ഓളം വീടുകളാണ് വൈദ്യുതി ഇല്ലാതെ കാണാൻ കഴിഞ്ഞത്. ആരോഗ്യ കേന്ദ്രങ്ങൾ എത്രയുണ്ട്? ആരോഗ്യ കേന്ദ്രം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്ത് ഓഫീസിനോട് തൊട്ട് തന്നെ നല്ല ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രി. എത്ര ബെഡുണ്ട്? ബെഡ് 50 ബെഡ്. ഇപ്പോൾ 50 ബെഡ്. എത്ര ഡോക്ടർമാര്? 6 ഡോക്ടർമാർ വർക്ക് ചെയ്യും. 6 ഡോക്ടർമാർ. പ്രസവത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. 6 ഡോക്ടർമാരും 50 ബെഡും അവർക്ക് വേണ്ടുന്ന മറ്റ് സ്റ്റാഫുകളെല്ലാം ഉണ്ട്. അതിലെന്താ പഞ്ചായത്തിനുള്ള പങ്ക്? ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. മറ്റ് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് ചെയ്തു കൊടുക്കും. സെന്ററുകളില്ലേ? സബ് സെന്ററുകൾ ഉണ്ട്. 3 സബ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ സ്കൂളുകൾ എത്ര? സ്കൂളുകൾ 10 പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഹയർ സെക്കൻഡറി, അത് പഞ്ചായത്തിന്റെ നേരിട്ട് നിയന്ത്രണത്തിലായിരുന്നു ഇതുവരെ. ഇപ്പോൾ അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് ഒരു 10 സ്കൂളുണ്ട്. 10 സ്കൂൾ, 2 UP. 10 സ്കൂളുകളിലും കൂടി സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 2 എണ്ണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് 2 ഹൈസ്കൂളിലാണ് ഇപ്പോൾ ഉള്ളത്. അതെ. മറ്റ് UP സ്കൂളുകളിൽ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട, അവർക്ക് വേണ്ട എന്നുള്ളതാണോ? ഉണ്ട്. മറ്റൊരു UP സ്കൂളിൽ ടെൻഡർ ചെയ്തിട്ടുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അപ്പോൾ അടുത്ത വർഷം SSAയിൽ അല്ല, അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ അപ്പോൾ ടീച്ചർമാർക്കും പെൺകുട്ടികൾക്കും പ്രത്യേക സൗകര്യം ഇല്ല എന്നാണോ, അതോ അവർക്ക് വേണ്ട ചില പ്രത്യേക സൗകര്യങ്ങൾ? പ്രോജക്റ്റ് വെച്ച് അതിന്റെ നിർമ്മാണം നടന്നു വരുന്നുണ്ട്. ഇപ്പോഴും നിർമ്മാണം നടന്നു വരുന്നുണ്ട്. പെൺകുട്ടികൾക്കും അതുവരെ അവർക്ക് അത് കാത്തിരിക്കാൻ പറ്റുമോ? അല്ല, പെൺകുട്ടികൾക്കും
അധ്യാപകർക്കും പ്രത്യേക ടോയ്ലറ്റ് ഉണ്ട് എല്ലാ സ്കൂളിലും. പ്രത്യേക ടോയ്ലറ്റ് എല്ലാത്തിലും ഉണ്ട്, എല്ലാ സ്കൂളിലും ഉണ്ട്. അവർക്ക് വേണ്ട പഞ്ചായത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. പഞ്ചായത്ത് തന്നെ ഈ എയ്ഡഡ് സ്കൂളടക്കം ടോയ്ലറ്റ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 15 വർഷത്തിനകം 60 ഹെക്ടർ തണ്ണീർത്തടം നികന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ടിട്ടാണ് അത് നികത്തി പോയത്? അത് ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് കെട്ടിടമുണ്ടാക്കുന്നതിനൊക്കെ ഭൂമി വാങ്ങിയിട്ട് വീട് നിർമ്മാണം അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു നിയന്ത്രണം ഇതിൽ പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വില്ലേജ് റവന്യൂ അധികാരികളും കൃഷിഭവൻ ഉദ്യോഗസ്ഥരുമൊക്കെ ശക്തമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒരുപാട് ഉള്ള പഞ്ചായത്താണെന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് പറയാമോ? പരിസ്ഥിതി പ്രശ്നങ്ങൾ പുഴയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഞ്ചായത്ത് എന്ന് പറഞ്ഞുവല്ലോ. അതിൽ ഈ കണ്ടൽ വനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പഞ്ചായത്താണ് പാപ്പിനിശ്ശേരി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പുഴ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് മാലിന്യമായി ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംഘടിപ്പിച്ചു വരികയാണ്. സന്നദ്ധ സംഘടനകളെ ഉണ്ടാക്കി ഈ കണ്ടലുകളെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ഈ മാലിന്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളും എല്ലാം ഇപ്പോൾ അവിടെ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മണൽ വാരലുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ഏർപ്പെടുത്തി. ഞങ്ങളും അതിൽ ശക്തമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് നടപ്പാക്കാൻ പറ്റുന്നുണ്ടോ? നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. പാപ്പിനിശ്ശേരിയുടെ അടുത്തൂടെ പോകുമ്പോഴെല്ലാം വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം, അത് ആരോടെങ്കിലും ചോദിക്കാനൊരു അവസരം കിട്ടിയത് സന്തോഷമായി. വളവട്ടണം പാലം കഴിയുമ്പോൾ ഇടതുവശത്തും വലതുവശത്തും ധാരാളം കണ്ടൽക്കാടുകളുണ്ടായിരുന്നു. അവിടെ ഇടയ്ക്ക് കുറച്ച് മണ്ണ് കൊണ്ടിടുന്നു, പിന്നെ വളച്ച് കെട്ടുന്നു, ഒരു തടി ഡിപ്പോ ആണോ എന്തോ ഒരു സാധനം വരുന്നു, അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തടയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ പഞ്ചായത്തിന്? കഴിഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും കണ്ടലാക്കാനുള്ള എന്തെങ്കിലും? കണ്ടലിപ്പോൾ എല്ലാ വർഷവും ഈ ജൂൺ മാസം മഴ ആരംഭിച്ചു കഴിഞ്ഞാൽ വനം വകുപ്പ് തന്നെ വന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ 4 വർഷം ഞങ്ങളെ പഞ്ചായത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും കണ്ടൽ വെച്ചുപിടിപ്പിക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ. പക്ഷെ കുറെ ഭാഗം അങ്ങ് നികത്തി കെട്ടിടങ്ങളൊക്കെ വന്നുപോയി അല്ലേ? കുറെ മുന്നേ വന്നുപോയി. ഇപ്പോൾ അത് ആ സമയത്ത് എന്താ സംഭവിച്ചത്? എല്ലാവരും കണ്ണടച്ചു കളഞ്ഞത് അല്ല, അതിൽ നികന്നുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഈ CRZ നിയമം അത്ര കർശനമായിട്ട് പാലിക്കാതെ ഒരു ഘട്ടത്തിലാണ് ഈ കെട്ടിടം വന്നത്. ഇപ്പോൾ കെട്ടിടത്തിന് പെർമിഷൻ വന്നപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടില്ല. തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിയമ നടപടികൾ തന്നെ അതിലെടുത്തിട്ടുണ്ട്. വലിയ സമ്മർദ്ദം വരും അതിനെതിരായിട്ട്. സമ്മർദ്ദമുണ്ട് ഞാൻ പറയണ്ടല്ലോ. വേറെ ഒരു പ്രശ്നം ആ ഭാഗത്ത് കാണുന്നത്, അവിടെ അടുത്തുള്ള ഈ ടെക്സ്റ്റൈൽ യൂണിറ്റിൽ നിന്ന് ഡൈ ഇല്ലേ, നിറം ഉള്ള എഫ്ലുവൻ്റ് വന്നിട്ട് അവിടെ മലിനമാകുന്ന ഒരു പ്രശ്നമുണ്ട്. അതിപ്പോ വെസ്റ്റേൺ ഇന്ത്യ കോട്ടൺസ് ഇപ്പോൾ ക്ലോസ് ചെയ്തുവല്ലോ. അപ്പോൾ ആ പ്രശ്നം ഇപ്പോൾ ഈ കമ്പനി പൂട്ടാതെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വഴി ഇതുകൊണ്ടല്ല പൂട്ടിയതുകൊണ്ടല്ല. പക്ഷേ അതില് അവര് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം പൊല്യൂഷൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒക്കെ ഈ കോട്ടൺസ് കമ്പനിക്കാർ ആക്കിയിരുന്നു. അത് വേണ്ടത്ര ഒരു പ്രായോഗികമായിട്ട് വന്നിട്ടില്ല എന്നതായിരുന്നു ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത്. ശക്തമായിട്ടുള്ള സമ്മർദ്ദം അവരെ മേലെ ഞങ്ങൾ ചെലുത്തിയിരുന്നു. അത് കുറച്ച് കൊണ്ടുവരുന്ന ഒരു വഴി. ഇതല്ലാതെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉള്ള തൃപ്തികരമായ സംവിധാനം ഉണ്ടോ അവിടെ? നിങ്ങളുടെ മാർക്കറ്റ് വേസ്റ്റുകളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ടോ? എന്താ ചെയ്യുന്നത്? അത് ഇപ്പോഴ് ഞങ്ങൾ പദ്ധതി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം നിലവിൽ ചെയ്തു വരുന്നത് ഈ കോഴി പീടികയിൽ നിന്നുള്ള വേസ്റ്റ് അത് അവരോട് തന്നെ പറഞ്ഞിട്ട് ഇത് വേസ്റ്റ് വാങ്ങാൻ വരുന്ന വൈകുന്നേരം വണ്ടിയുമായിട്ട് വരുന്ന ആളുകളുണ്ട്. ഹോട്ടൽ വേസ്റ്റും ഈ വേസ്റ്റുകളൊക്കെ. അപ്പൊ അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർബന്ധമായിട്ടുള്ളൊരു ശ്രദ്ധ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും അപൂർവം ഈ പ്ലാസ്റ്റിക് ബാഗുകളിൽ വരുന്ന മാലിന്യങ്ങളുണ്ട്. ഞങ്ങളത് ആഴ്ചയിൽ 2 ദിവസം പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഉള്ള ഒരു ഭൂമിയുണ്ട്, അവിടെ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയി കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ഒത്തിരി പദ്ധതികൾ നിങ്ങൾ ഇട്ടിട്ടുണ്ട് 2015 ചെയ്യാൻ. പക്ഷേ എനിക്ക് ആ പദ്ധതികൾ കണ്ടിട്ട് ഇത്രയും പതുക്കെ പോണ്ടിയ കാര്യമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ പല പ്രോഗ്രാംസ് ഇപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം കുറച്ച് പേർക്ക് നീതി നിഷേധിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഈ ഡേറ്റ കാണിക്കുന്നത് 80 വയസ്സിന് മുകളിലുള്ളവർ തന്നെ 500 പേരുണ്ട്, 90 വയസ്സിന് മുകളിലുള്ള 55 പേരുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥിതി ചിലപ്പം എനിക്കറിയില്ല, ചിലപ്പം ചിലർക്ക് 2015 ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം അനുഭവിക്കാനായിട്ട്. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും 2011, 12 അങ്ങനെ നിങ്ങൾ വെച്ചേക്കുന്നത്. ഗ്രാമസഭകളിലും മറ്റൊക്കെ ഈ വൃദ്ധജനങ്ങൾ വന്നിട്ട്
ഇത്തരം പരിപാടി